ഫെബ്രുവരി 10 ചൊവ്വാഴ്ച. മാർക്കോസ് 7:1-13 വരെ വാക്യങ്ങൾ. 1964 ബ്രോഡ്വേ മ്യൂസിക്കലായ ഫിഡ്ലർ ഓൺ ദ റൂഫിൽ മനോഹരമായൊരു ഗാനമുണ്ട്. ട്രഡീഷൻ ട്രഡീഷൻ എന്ന ആ ഗാനത്തിലെ പ്രധാന കഥാപാത്രമായ ടെവി ഗ്രാമത്തിലെ ഓരോ സാമൂഹിക വിഭാഗത്തിൻ്റെയും പിതാക്കന്മാർ, അമ്മമാർ, പുത്രന്മാർ, പുത്രിമാർ അവരുടെ റോളുകളെക്കുറിച്ചും മാച്ച് മേക്കർ, ഭിക്ഷക്കാരൻ, റബി തുടങ്ങിയ ആളുകളുടെ പരമ്പരാഗത റോളുകളെക്കുറിച്ചും അവർ ഗ്രാമത്തിന് എന്ത് സംഭാവന ചെയ്യുന്നുവെന്നും വിശദീകരിക്കുന്നു. കൂടാതെ കോൺസ്റ്റബിൾ, പുരോഹിതൻ, അവർ അപൂർവമായി ഇടപഴകുന്ന മറ്റു യഹൂദന്മാരല്ലാത്തവർ എന്നിവരെക്കുറിച്ചും ഗാനത്തിൽ പരാമർശമുണ്ട്. മൊത്തത്തിൽ ചുറ്റുമുള്ള ലോകം മാറുന്നതിനനുസരിച്ച് ഗ്രാമീണർ അവരുടെ പാരമ്പര്യങ്ങൾ മാറ്റാതെ തുടരാനും അവരുടെ സമൂഹത്തെ നിലനിർത്താനും ശ്രമിക്കുന്നതിൻ്റെ പ്രധാന പ്രമേയമാണ് ഈ ഗാനം. ഇന്നത്തെ സുവിശേഷം പാരമ്പര്യങ്ങളെക്കുറിച്ചാണ്. ഭക്ഷണത്തിന് മുമ്പ് കൈ കഴുകുന്നത് നല്ല ആശയമായി തോന്നും. എന്നിരുന്നാലും ഫരിസേയർക്ക് അത് ആചാരപരമായ ശുദ്ധീകരണമാണ്, ശുചിത്വം മാത്രമല്ല. മൂപ്പന്മാരുടെ പാരമ്പര്യങ്ങൾ എന്നത് മോശയുടെ ന്യായപ്രമാണത്തിൽ ചേർത്ത ആജ്ഞകളും ആചാരങ്ങളുമായിരുന്നു. യഹൂദ നിയമങ്ങളും പാരമ്പര്യങ്ങളും കർശനമായി പാലിക്കുന്നതിന് പേരുകേട്ട ഫരിസേയർ തൻ്റെ ശിഷ്യന്മാർക്ക് ആചാരപരമായി കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാൻ അനുവദിച്ചതിന് യേശുവിനെ വിമർശിക്കുന്നു. ദൈവിക കൽപ്പനകൾക്ക് പകരം മാനുഷ്യ പാരമ്പര്യങ്ങൾ ഉപയോഗിക്കുന്നതിനെ യേശു വിമർശിക്കുന്നു. നമ്മൾ എങ്ങനെ ദൈവത്തെ ഹൃദയത്തിൽ പിന്തുടരുന്നു എന്ന് പരിഗണിക്കാൻ യേശു നമ്മെ ക്ഷണിക്കുകയും മനുഷ്യ പാരമ്പര്യങ്ങളാൽ വ്യതിചലിക്കപ്പെടുന്നതിന് എതിരെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. നമ്മുടെ ശീലങ്ങളും പ്രവർത്തന രീതികളും അവലോകനം ചെയ്യുന്നതിലൂടെ അവ നമ്മെ എവിടേക്ക് നയിക്കുന്നു എന്ന് തിരിച്ചറിയാൻ ദൈവത്തോട് സഹായം ചോദിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് ശേഷവും വിശ്വാസത്തിൻ്റെ സത്തയെക്കുറിച്ചും പാരമ്പര്യങ്ങളെ ബുദ്ധിശൂന്യമായി പിന്തുടരുന്നതിൻ്റെ അപകടങ്ങളെക്കുറിച്ചും നമുക്കെല്ലാവർക്കും ശക്തമായ ഒരു ഓർമ്മപ്പെടുത്തലായി ഇന്നത്തെ സുവിശേഷം പ്രവർത്തിക്കുന്നു. നമ്മുടെ വിശ്വാസങ്ങളുടെ കാതലായ തത്വങ്ങളും മൂല്യങ്ങളും നാം യഥാർത്ഥത്തിൽ ജീവിക്കുന്നുണ്ടോ, അതോ നാം ചില ആചാരങ്ങളിലൂടെ കടന്നു പോവുകയാണോ എന്ന് ചിന്തിക്കാൻ ഈ സുവിശേഷ ഭാഗം നമ്മെ വെല്ലുവിളിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവവുമായുള്ള നമ്മുടെ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാനും അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി ജീവിക്കാനും നാം ശ്രമിക്കുകയാണോ, അതോ നമ്മുടെ യഥാർത്ഥ വിശ്വാസങ്ങളിൽ നിന്നും മൂല്യങ്ങളിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ടേക്കാവുന്ന ഭക്തിയുടെ ബാഹ്യപ്രകടനങ്ങളിൽ നാം വഴിതെറ്റിപ്പോവുകയാണോ? എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.